Hello everyone, welcome back to Silent Learning. ഷാജു സാറാണ്. ഇംഗ്ലീഷിൽ സാധാരണ +2 ചോദിക്കുന്ന അല്ലെങ്കിൽ ഈയിടെയായിട്ട് +2 ചോദിച്ചു വരുന്ന കംപ്ലീറ്റ് ഗ്രാമറുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ എഴുതണം അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. വേഗം നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ഡിസംബറിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെയാണ്. ഇർഫാൻ ആലം ഡിസൈൻഡ് സമ്മാൻ റിക്ഷോസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് എ പ്ലെന്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്ന സെന്റൻസ് 3 വേൾഡ് റെവല്യൂഷനുള്ള. എന്നിട്ട് നമ്മൾ പറയാണ് സമ്മാൻ റിക്ഷോസിൽ തുടങ്ങാൻ ആ സെന്റൻസ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇത് പാസീവ് വോയിസ് ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലായി പാസീവ് വോയിസ് ആണെന്ന്? കാരണം ഇവിടെ തന്നിരിക്കുന്നത് സമ്മാൻ റിക്ഷോസിൽ തുടങ്ങാനാണ്. അപ്പൊ നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള വേർഡ് നോക്കുക, ഡിസൈൻഡ് എന്നാണ്. ഡിസൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിൽ എന്താണ്? വേർബ് ആണ്. ആരാണ് ഡിസൈൻ ചെയ്യുന്നത്? ഇർഫാൻ ആലമാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇർഫാൻ ആലമാണ് എന്ത്? സബ്ജക്റ്റ്. എന്താണ് അവർ ഡിസൈൻ ചെയ്യുന്നത്? അവർ സമ്മാൻ റിക്ഷോസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഇർഫാൻ ആലം ഡിസൈൻഡ് വാട്ട് എന്ന് ചോദിച്ചാൽ സമ്മാൻ റിക്ഷോസ് ആണ്. അപ്പൊ അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഇതാ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ എഴുതുന്ന സെന്റൻസിന് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്നാണ് വിളിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ സമ്മാനെ ആദ്യം കൊണ്ടുവരണം, സമ്മാൻ റിക്ഷോസിനെ ആദ്യം കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരണം. ഇങ്ങനെ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ് എന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാസീവ് വോയിസ് എന്ന് പറയുക. റെഡി അല്ലേ? നമുക്ക് വേഗം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ സമ്മാൻ റിക്ഷോസിൽ തുടങ്ങുകയാണ് നമ്മുടെ സെന്റൻസ്. സമ്മാൻ റിക്ഷോസ്. ഇനി നോക്കേണ്ടത് വേർബിലേക്ക് വരാം. വേർബ് ഏതാണ് മക്കളെ? ഡിസൈൻഡ് ആണ്. ഡിസൈൻഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? ഡിസൈൻ പ്രസന്റ് ടെൻസും ഡിസൈൻഡ് പാസ്റ്റ് ടെൻസും ആണ് അല്ലെ. അപ്പൊ പാസ്റ്റ് ടെൻസ് വന്നാൽ നമ്മൾ ഇവിടെ ഓക്സിലറി വെർബും പാസ്റ്റ് ടെൻസ് ആക്കണം. ഇവിടെ ഏതായിരിക്കും വരിക? ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ അല്ലെ. റിക്ഷോസ് എന്ന് പറയുമ്പോൾ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ വേറാണ്, പ്ലൂറൽ ആയിട്ടുള്ള വേറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സമ്മാൻ റിക്ഷോസ് വേറെന്ന് എഴുതി. ഇനി ബാക്കിയൊക്കെ അതുപോലെ തന്നെ കൂടെ എഴുതുക. ഡിസൈൻഡ്. ഓക്കെ, ആര്? ബൈ ഇർഫാൻ ആലം അല്ലെ. ബൈ ഇർഫാൻ ആലം. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കിയുള്ള ഒരു ഭാഗമല്ലേ? ഇൻ സച്ച് എ വേ. എ വേ അല്ലോട്ടത്. എ വേ ദാറ്റ് ദേ ഹാവ് എ പ്ലെന്റി ഓഫ്. അതിനെ പാസ്റ്റ് ടെൻസ് ആക്കണം. ഹാഡ് എ പ്ലെന്റി ഓഫ് സ്പേസ് ടു display for what? There is plenty of space to display. No, to display what? For advertisement. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ എഴുതുക. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ ടെൻസ്, ഇതിലൊക്കെ എങ്ങനെ ഓരോന്നും വരും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെ പഠിച്ചാലേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് പെട്ടെന്ന് പറയുമ്പോൾ ഇത് അറിയാത്ത ആളുകളെ സമയത്തുള്ള ക്ലിക്ക് ആവില്ല. ഓക്കെ, അറിയുന്നവരൊന്ന് ചെയ്തു നോക്കുക. അറിയാത്തവർക്ക് നമ്മൾ ലൈവില് ഇന്നത്തെ മെഗാ മാരത്തോണിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നാളെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പാസീവ് വോയിസ് പറയും. കാരണം +2 അത് ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ആയതുകൊണ്ട്. ഓക്കെ, സോ ആ ലൈവ് മിസ്സാക്കരുത്. 7 മണിക്കാണ്. ഇനി നോക്കുക, നെക്സ്റ്റ് സെക്കൻഡ് വൺ 2024 ചോദിച്ചിട്ടുള്ള സെയിം ചോദ്യമാണ്. എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ക്വസ്റ്റ്യൻ അല്ലെങ്കിലും എഡിറ്റിംഗും റിപ്പോർട്ട് സ്വിച്ചും എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ 2 മാർക്കിന്റെ ചോദ്യമാണ്. ദ ബ്രെയിൻ ഗവേൺസ് മൂഡ്സ്, തോട്ട്സ് ബട്ട് ആക്ഷൻസ് not by a magical process and by an incredibly complex series of chemical regulated controls എന്ന് പറയുന്ന ഈ സെന്റൻസ് നമുക്ക് ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിലാണ്. അപ്പോൾ ഇവിടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ എവിഡന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താ? ദ ബ്രെയിൻ ഗവേൺസ് മൂഡ്സ് തോട്ട്സ് ബട്ട് ആക്ഷൻസ്. തെറ്റാണ്. ബട്ട് ആക്ഷൻസ് എന്നല്ല നമ്മൾ പറയാം. ഒന്ന് നിർത്തി വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. പക്ഷേ ആക്ഷൻസ് അങ്ങനെയല്ല, ആൻഡ് ആക്ഷൻസ് ആണ് കറക്റ്റ് അല്ലെ. ആൻഡ് ആക്ഷൻസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ആൻഡ് ആക്ഷൻസ്. ഇപ്പോൾ റെഡിയായി. ബ്രെയിൻ ഗവേൺസ് മൂഡ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. റെഡി അല്ലേ? ഇനി നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ്. അങ്ങനെ നമ്മൾ താളത്തിൽ വായിച്ചു നോക്കാം, അപ്പോൾ കിട്ടും. നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ് ആൻഡ് ബൈ ആൻ ഇൻക്രെഡിബിൾ. ആൻഡ് ബൈ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്നല്ല അർത്ഥമല്ല വരിക. പക്ഷെ അവിടെയാണ് ശരിക്കും എന്ത് വരുന്നത്? ആ ആൻഡിന് പകരമാണ് നമ്മൾ അവിടെ ബട്ട് ചേർക്കേണ്ടത്. റെഡി അല്ലേ? ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ്. അപ്പോൾ റെഡിയായി. അപ്പൊ ഇങ്ങനെ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് മാത്രമാണ് ചോദിക്കുക. എന്തെല്ലാം എഡിറ്റിങ്ങിൽ വരുന്നുണ്ട്? ടെൻസ് വരുന്നുണ്ട്, കോൺകോഡ് വരുന്നുണ്ട്, ഇഫ് ക്ലോസ് വരുന്നുണ്ട്,
അങ്ങനെ പങ്ക്ച്വേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണ്, അതൊക്കെ എന്നാൽ എങ്ങനെയൊക്കെ ചെയ്യാം, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനും എഡിറ്റിങ്ങിൻ്റെ സെഷനും നമുക്ക് ഈ മാരത്തോണിൽ 7 മണിയുടെ മാരത്തോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ നിങ്ങളെ വിടുന്നുള്ളൂ. സോ എഡിറ്റിങ് മിസ്സാക്കരുത്. റിപ്പോർട്ടഡ് സ്പീച്ച് അതേപോലെ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷത്തിലേക്കാണ് പോകുന്നത് അല്ലേ. ജനുവരി ഫെബ്രുവരി നമ്മുടെ എന്താണ് പ്രാക്ടിക്കൽ സെഷൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ധൃതി പിടിച്ച അല്ലെങ്കിൽ തിരക്ക് പിടിച്ചുള്ള ഒരു സമയമാണ്. പഠിക്കാനാണെങ്കിൽ ഒരുപാട് ബാക്കിയുണ്ട്. സോ അങ്ങനെ പെൻഡിങ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സൈലത്തിൻ്റെ എൻ ഗെയിം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സോ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, മോഡൽ എക്സാംസ്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന എടുത്തിരുന്ന ഒരു കിടിലം പ്രോഗ്രാമാണ്. സോ മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അത് ജോയിൻ ചെയ്യുക. ഇനി കുറേ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ, അത് നിങ്ങൾ ഒന്ന് ഓർക്കണം കേട്ടോ. റിപ്പോർട്ട് ദ ഫോളോയിങ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, 2024 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഷെയ്ൻ മിസ്ത്രി സെഡ്, ഇത് വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. ഷെയ്ൻ മിസ്ത്രി സെഡ്, ഫാദർ മൈ ലൈഫ് ഇസ് ഇൻ യുവർ ഹാൻഡ്, ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയില്ലേ, നമ്മുടെ കോളേജിൽ പോയിട്ട് ആ കോളേജിലെ പ്രൊഫസർ സീറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഡയലോഗാണ് ഇത്. നേരെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ പറയാ, നമുക്ക് നോക്കി നോക്കാം. ഷഹീൻ പറയാണ് അല്ലേ, ഷഹീൻ മിസ്ത്രി ഓക്കെ സെഡ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ടോൾഡ് ആക്കാം. ടോൾഡ് ദ ഫാദർ. ഓക്കെ, ടോൾഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോടാണെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം, അത് മറന്നു കൊടുത്തു കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞത്, ദാറ്റ്. അപ്പൊ സെഡ് ദാറ്റ്, ടോൾഡ് ദാറ്റ്, അതിൻ്റെ കൂടെ സെഡിൻ്റെയും ടോൾഡിൻ്റെ ഒക്കെ കൂടെ എന്തായാലും ദാറ്റ് ഉപയോഗിക്കണം. എന്നാൽ ആസ്ക്ഡ് എന്ന് പറയുന്നെങ്കിൽ ദാറ്റ് ഉപയോഗിക്കരുത്. ഓക്കെ, ഇവിടെ നോക്കാം. ഷെയ്ൻ മിസ്ത്രി ടോൾഡ്, ഇവിടെ ഇതേപോലെ ഞാൻ എഴുതിയതാ. ഷെയ്ൻ മിസ്ത്രി സെഡിന് പകരം ടോൾഡ് ആക്കി. സെഡ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സെഡ് ടു ദ ഫാദർ അല്ലെങ്കിൽ ടോൾഡ് ദ ഫാദർ ദാറ്റ്. എന്താ പറഞ്ഞത്, എന്താ അദ്ദേഹം പറഞ്ഞത്, ദാറ്റ്. ഇനി ഫാദറിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ? ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫാദർ ഉപയോഗിച്ചില്ലേ, അപ്പൊ ഫാദർ അവിടെ നിൽക്കട്ടെ. മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഷെയ്ൻ്റെ ലൈഫ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ, her life അല്ലെ, her life. ഇനി എന്താ, ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്, പ്രസന്റിലുള്ളതിനെയൊക്കെ നമ്മൾ എന്താക്കണം, പാസ്റ്റിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ ഇവിടെ ഈസ് എന്നുള്ള വേർഡ് എന്തിലേക്ക് മാറും, വാസ് എന്നായി മാറും. മൈ ലൈഫ്, ഹെർ ലൈഫ് ഈസ് വാസ് ആയി ഇൻ യുവർ ഹാൻഡ്സ് അല്ലെ. അപ്പൊ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇൻ യുവർ എന്ന് പറയുമ്പോൾ ഫാദർ അല്ലേ, ഹിസ് ഹാൻഡ്സ് എന്നായി. ഹിസ് ഹാൻഡ്സ്. ഫുൾ സ്റ്റോപ്പ് ഇടണോ, ഇടാതിരിക്കാം, അത് നമുക്ക് ഇഷ്ടമാണ്. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പോവാണ്. ഇനി ഒരു അടുത്ത ഭാഗമാണ് തുടങ്ങുന്നത് അവിടെ അല്ലെ, സെന്റൻസിൽ ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ അതിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കാം, ഒരു ആൻഡ് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് എന്നിട്ട് അവൾ എന്താ പറയുന്നത്, ആൻഡ് ദാറ്റ് ഷീ, ഐ വാണ്ട് ടു ഡു സംതിങ് അല്ലേ. അപ്പൊ ഷീ വാണ്ടിന്റെ പാസ്റ്റ് ടെൻസ്, വാണ്ടഡ് ടു ഡു ഒക്കെ അതുപോലെ തന്നെ സംതിങ്. ഞാൻ വേറെ ഒന്നും എഴുതല്ല, ക്വസ്റ്റ്യൻ നോക്കി എഴുതാണ്. ഓക്കെ, ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. മനസ്സിലായോ? ഇതേപോലെ തന്നെ ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടേക്ക് മാറ്റം വരുത്തിയത്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യാണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. പിന്നെ ഈ കമാൻഡ് ഓർഡർ ഒക്കെ അല്ലേ, റിക്വസ്റ്റ് ഒക്കെ, അതാണ് നമ്മൾ ഈ പറഞ്ഞ ഇമ്പറേറ്റീവ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ലൈവിലേക്ക് വരിക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക, മിസ് ചെയ്യരുത് ഈ സാധനം. അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമുക്ക് കുറച്ച് ഇഡിയംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇഡിയംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡിയംസ് അങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു കുറേ കാലങ്ങളായിട്ട്, അങ്ങനെ സിലബസിലുണ്ടെങ്കിലും ചോദിക്കാതെ, എന്നാൽ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. സോ ഇഡിയംസ് കുറച്ച് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ്ലി ചോദിച്ച കുറേ ഇഡിയംസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചോദിക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ആസ് ക്വൈറ്റ് ആസ് എ മൗസ്. ഫസ്റ്റ് ഇഡിയമാണ് ആസ് ക്വൈറ്റ് ആസ് എ മൗസ്, ഒരു ഇഡിയമാണ് കേട്ടോ. ദ പ്രോസ് ആൻഡ് കോൺസ് മറ്റൊരു ഇഡിയമാണ്. ആൻ ഈഗിൾസ് ഐ എന്ന് പറയുന്നത് മറ്റൊരു ഇഡിയമാണ്. ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നതും ഒരു ഇഡിയമാണ്. അപ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനൊക്കെ മീനിങ് ആദ്യം അറിയണം.
എന്നാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ മീനിങ് തരാം. ആസ് ക്വൈറ്റ് ആസ് എ മൗസ് എന്ന് പറഞ്ഞെങ്കിൽ വെരി സൈലന്റ് എന്ന അർത്ഥം. ഓക്കെ, മേക്കിംഗ് നോ നോയ്സ് അറ്റ് ഓൾ, ഇതാണ് അതിന്റെ മീനിങ്. അതേപോലെ തന്നെ ദ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെ, ഒരു കാര്യത്തിന്റെ അഡ്വാൻറ്റേജും അതുപോലെ ഡിസ്അഡ്വാൻറ്റേജും തന്നെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ. ഇനി യൂസിങ് മൊബൈൽ ഫോൺസ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ്, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ആൻ ഈഗിൾസ് ഐസ്, വെരി ഷാർപ്പ് ഒബ്സർവേഷൻ എന്നർത്ഥം. ആൻ ഈഗിൾസ് കഴുകന്റെ കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദ എബിലിറ്റി ടു നോട്ടീസ് ഈവൻ ദ സ്മോൾ ഡീറ്റെയിൽസ്, അങ്ങനെയും പറയാം. നെക്സ്റ്റ് ഇൻ എ നട്ട്ഷെൽ എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻ ബ്രീഫ്, ഇൻ വെരി ഷോർട്ട് ആൻഡ് വെരി ക്ലിയർ എന്ന അർത്ഥത്തിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കും വരാം. ബിഫോർ മേക്കിംഗ് എ ഫൈനൽ ഡിസിഷൻ അബൌട്ട് മൂവിംഗ് ടു എ ന്യൂ സിറ്റി, ഐ നീഡ് ടു വേ ഡാഷ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരു പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ ഐ നീഡ് ടു വേ, എനിക്കൊന്ന് അളന്നു നോക്കണം. എന്താ ഡാഷ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. അവിടെ പോയാലുണ്ടാവുന്ന ആസ് ക്വൈറ്റ് ആസ് എ മൗസ് അല്ലേ, ഒരു ഇതിലേക്കും വരുന്നില്ല അല്ലേ. ആൻ ഈഗിൾസ് ഐ അതും വരുന്നില്ല. ഇൻ എ നട്ട്ഷെൽ ചുരുക്കി പറഞ്ഞാൽ അതല്ല. എന്തായിരിക്കും? അവിടേക്ക് പോയാണ്ടാവുന്ന ഗുണവും ദോഷത്തെയും കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണം, എന്ന് വേ ചെയ്ത് നോക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ദ പ്രോസ് ആൻഡ് കോൺസ് ആണ്. നെക്സ്റ്റ് ഡാഷ് അവർ ടീംസ് പ്രൊജക്ട് വാസ് സക്സസ്. ഞങ്ങളുടെ ടീമിന്റെ പ്രൊജക്ട് സക്സസ് ആയിരുന്നു. ഓക്കെ, ഡാഷ് എക്സീഡിങ് ഓൾ അവർ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് അതെത്തി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഏറ്റവും യോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവിടെ യോജിക്കുന്നത് ഇവിടെ ഏതാണ്? ഇൻ എ നട്ട്ഷെൽ ചുരുക്കി പറഞ്ഞാൽ അല്ലേ, അവർ ടീംസ് പ്രൊജക്ട് വാസ് സക്സസ്. ഓക്കെ, എക്സീഡിങ് ഓൾ അവർ എക്സ്പെക്ടേഷൻ. അപ്പോൾ അത് സെന്റൻസിന്റെ എന്താണ് ഒരു കോണ്ടസ്റ്റിൽ അത് ഉപയോഗിക്കുകയാണ്. ഇൻ എ നട്ട്ഷെൽ ചുരുക്കി പറഞ്ഞാൽ അതിനാൽ ടീമിന്റെ പ്രൊജക്ട് വളരെ സക്സസ് ആയിരുന്നു, എക്സീഡിങ് ഓൾ അവർ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ബൈഹാർട്ട് പഠിക്കാന്നുള്ളത് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ കുറെ എണ്ണം ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ റെഫർ ചെയ്ത് കൊണ്ടുവരും. ഇഡിയംസ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കേട്ടിരിക്കുക, അത് നാളെ എക്സാമിനേഷന് പോയിട്ട് അതേപോലെ പകർത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്, പക്ഷെ ഇവിടെ വേർബ്സ് ആണ്. എന്ന് വെച്ചാൽ ടെൻസിന് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. John is now with the Global Times. The Global Times-ലാണ് ജോൺ വർക്ക് ചെയ്യുന്നത്. He dash joined organization 2 years ago. അവന് ഈ ഓർഗനൈസേഷനിൽ 2 വർഷം മുമ്പേ ആണ് എന്ത് ചെയ്തത്, ജോയിൻ ചെയ്തത്. 2 വർഷം മുമ്പേ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെന്റൻസിൽ നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് 2 വർഷം മുമ്പേ എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. 2 വർഷം മുമ്പേ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഒരിക്കലും ജോയിൻ വരൂല, ജോയിൻസ് വരൂല. എന്താണ്? ജോയിൻഡ് ആണ് പാസ്റ്റ് ടെൻസ്. റെഡി അല്ലേ? നെക്സ്റ്റ് സിൻസ് ദെൻ, അന്ന് മുതൽ ഹി ഡാഷ് റൈറ്റ് സെവറൽ ആർട്ടിക്കിൾസ് ഓൺ എൻവയറമെന്റൽ ഇഷ്യൂ. അന്ന് മുതൽ അവനിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആർട്ടിക്കിൾസ് എന്തിനെ കുറിച്ചിട്ട്? എൻവയറമെന്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു കാര്യം ഒരു പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് പറയാം, ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് പറയാം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു കാര്യം തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് LKG മുതൽ ഞാൻ ഇന്നും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ പറയാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഹാസ് റിട്ടൺ എന്നും പറയാം. സിൻസ് ദെൻ ഹി ഹാസ് റിട്ടൺ സെവറൽ എന്ന് വെച്ചാൽ അന്ന് മുതൽ അയാൾ ഒരുപാടെണ്ണം എഴുതിയിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഹാസ് ബീൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഹാസ് റിട്ടൺ എന്ന് പറയാം. ഓക്കെ, ഹാസ് റിട്ടൺ ഇസ് ഓൾസോ ഓക്കെ ഹിയർ. നെക്സ്റ്റ് കറന്റ്ലി, എന്നാൽ ഇപ്പോൾ ഹി ഡാഷ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്നാൽ ഇപ്പോൾ മൂപ്പർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഈസ് പ്രിപ്പയറിംഗ്, ഐ ആം ടീച്ചിങ് അല്ലെ, വി ആർ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഏതാ ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് മനസ്സിലാക്കുക നമ്മൾ. ആ ക്ലൂ ഏതാണ്? കറന്റ്ലി ആണ്. ഓക്കെ, ഇനി ഏതാ? നെക്സ്റ്റ് വീക്ക്, അതാണ് അതിലെ ക്ലൂ. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. ഹി ഡാഷ് മേക്ക് എ പ്രസന്റേഷൻ ഓൺ ദ ഇമ്പാക്ട് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഹി വിൽ മേക്ക് അല്ലെ, ഫ്യൂച്ചർ ആകുമ്പോൾ നമ്മൾ വില്ല് അല്ലെ ഉപയോഗിക്കുക, വിൽ മേക്ക്. അപ്പൊ ഇതും എന്താ പറയാ, കുറെ എണ്ണം ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, പോളിഷ് ആയി വരിക. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുക ഇതുപോലെ. ഓക്കെ, ഇതുപോലെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് രാത്രി ലൈവിൽ വരുന്നത്. സോ ഡോണ്ട് മിസ് ദ മെഗാ മാരത്തോൺ ഓഫ് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മോർണിംഗിൽ ബൂസ്റ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ 30 ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ മോർണിംഗിൽ കാണണം. അടിപൊളിയായിട്ട് അതൊക്കെ കേട്ടിട്ട് വേണം എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് പോകാൻ. 6 AM മോർണിംഗ് ക്ലാസ്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.